നോക്കിയയുടെ ചരിത്രം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 20-ാം നൂറ്റാണ്ട് അടയാളപ്പെടുത്തിയത് ലോകത്ത് മൊബൈൽ ഫോണുകളുടെ വരവോടെയാണ്. സെല്ലുലാർ ഉപകരണം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ഇപ്പോൾ നമ്മെ ഭരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ജീവിതം ഈ ഉപകരണങ്ങളുമായി വളരെയധികം സുപരിചിതമാണ്. പല കമ്പനികളും ഒരുപാട് മൊബൈൽ ഫോണുകൾ ലോകത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും സുപരിചിതവും മറക്കാൻ പറ്റാത്തതുമായ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നോക്കിയ ആയിരിക്കും. നമ്മളിൽ ഒട്ടുമിക്ക പേരും ഒരുപക്ഷെ നോക്കിയ ഫോൺ ഉപയോഗിച്ചായിരിക്കും സെല്ലുലാർ ലോകത്തേക്ക് കടന്നു വന്നത്. 155 വർഷത്തിലേറെ പഴക്കമുണ്ട് നോക്കിയ എന്ന കമ്പനിക്ക്. ഒരൊറ്റ പേപ്പർ മിൽ പ്രവർത്തനമെന്ന നിലയിൽ 1865 തുടക്കം കുറിച്ച കമ്പനി പിന്നീട് കേബിൾ, പേപ്പർ ഉൽപ്പന്നങ്ങൾ, റബ്ബർ ബൂട്ട്, ടയർ, ടെലിവിഷൻ, മൊബൈൽ ഫോണുകൾ എന്നിവയുടെ ഉൾപ്പെടെ നിരവധി വ്യാവസായിക മേഖലകളിൽ വിജയിച്ചു പോന്നു. അടിസ്ഥാനപരമായി നോക്കിയ 1865 സ്ഥാപിതമായ ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് നോക്കിയ. അതിൻ്റെ ഉത്ഭവം ഇംഗ്ലണ്ടിലാണ്. വിവിധ തരം വിപണികളിൽ സ്വയം വിജയം കണ്ടെത്തിയ ഒരു വൈവിധ്യമാർന്ന കോർപ്പറേഷനാണ് നോക്കിയ. നോക്കിയ ടൗണിൻ്റെയും നോക്കിയാൻ വാർത്ത നദിയുടെയും പേരിലാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് വന്നത്. 1990കളോടെ നോക്കിയ ടെലികമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. 1991 നോക്കിയ ഉപയോഗിച്ചാണ് ആദ്യത്തെ GSM കോൾ നടത്തിയതും. മൊബൈൽ ഫോൺ മേഖലയിലെ ദ്രുതഗതിയിൽ വിജയം കണ്ടെത്തിയ കമ്പനി പിന്നീട് 1998ഓടെ ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മൊബൈൽ ഫോൺ ബ്രാൻഡ് എന്ന് സ്ഥാപിക്കാൻ സാധിച്ചു. 2003ഓടെ നോക്കിയ ആദ്യത്തെ ക്യാമറ ഫോൺ അവതരിപ്പിച്ചു. ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന നോക്കിയയുടെ ഒരു മോഡലാണ് നോക്കിയ 100 ഇത് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയതും മിക്കവാറും എല്ലാ ഇന്ത്യൻ കുടുംബങ്ങളുടെയും ആദ്യത്തെ മൊബൈൽ ഫോണുമാണ്. ഒരു പക്ഷേ നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്ന ആദ്യത്തെ റിംഗ് ടോൺ തീർച്ചയായും വളരെ പരിചിതമായ നോക്കിയ ടൂൺ ആയിരിക്കും. സ്ഥാപിതമായതു മുതൽ കമ്പനിക്ക് ആവശ്യമായ പല മാറ്റങ്ങൾ പരിവർത്തനം ചെയ്യുകയായിരുന്നു. ഒരു മരം പൾപ്പ് വ്യവസായത്തിൽ നിന്ന് ആരംഭിച്ച് അത് പിന്നീട് ഒരു പങ്കിട്ട സ്ഥാപനമായി ഷെയർഡ് ഫേം ആയി മാറി. പിന്നീട് അതൊരു ടെലിഫോണിക് സംരംഭമായി വളരുകയായിരുന്നു. യൂറോപ്യൻ ടെലികോം വ്യവസായത്തിൻ്റെ സ്വകാര്യവൽക്കരണമാണ് നോക്കിയയിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയത്. കാരണം നിലവിലുള്ള കമ്പനികളെ പുതിയ ആശയങ്ങളും പുതിയ മോഡലുകളും കൊണ്ടുവരാൻ നിർബന്ധിതരാക്കി. പൂർണ്ണമായും ഡിജിറ്റൽ ലോക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ചും 1912 ലോകത്തിലെ ആദ്യത്തെ കാർ ഫോണും കമ്പനി കൊണ്ടുവന്നു. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ടെലികോം ബിസിനസ്സിൽ സ്വയം മുൻഗണന നൽകാമെന്ന് കമ്പനി തീരുമാനിച്ചു. ഇനി ടെലികോം ബിസിനസ്സാണ് കമ്പനിയുടെ മുൻഗണന എന്ന് കമ്പനി പ്രഖ്യാപിച്ചു. പിന്നീട് നോക്കിയ കേബിൾ, റബ്ബർ, രാസവസ്തുക്കൾ, പവർ പ്ലാന്റ് ബിസിനസ്സുകൾ എന്നിവയിൽ നിന്ന് കൈകൾ വലിക്കാൻ തുടങ്ങി. ഡാറ്റ ട്രാഫിക്കിനൊപ്പം ശബ്ദം കൈമാറാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയായ GSMൻ്റെ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ആരംഭിച്ചത് നോക്കിയ ഫോണാണ്. ഈ സാങ്കേതിക വിദ്യ ഡിജിറ്റൽ മൊബൈൽ വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കുകയും മാനദണ്ഡം നിശ്ചയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഉയർന്ന നിലവാരമുള്ള വോയിസ് കോളുകൾ, SMS, ടെക്സ്റ്റ് മെസ്സേജുകൾ, എളുപ്പമുള്ള റോമിംഗ് സൗകര്യങ്ങൾ എന്നിവയാണ് മൊബൈൽ ഫോണുകളുടെ ലോകവ്യാപക ഉപയോഗത്തിന് കാരണമായത്. അടിസ്ഥാനപരമായി ആൻഡ്രോയിഡ്, iOS ഫോണുകൾ ചിത്രത്തിൽ വരുന്നതുവരെ നോക്കിയ ഒരു ദശാബ്ദക്കാലം മൊബൈൽ ഫോൺ രംഗത്ത് ഭരിച്ചു. 1980 മുതൽ നോക്കിയ പേഴ്സണലായി കമ്പ്യൂട്ടറുകളും നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷേ കമ്പനി ആസൂത്രണം ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല. അത് കാരണം കമ്പ്യൂട്ടർ ഉൽപ്പാദനശാഖ ബ്രിട്ടീഷ് ICLന് വിൽക്കാൻ ഇത് കാരണമായി. നോക്കിയ സീമെൻസ് നെറ്റ്വർക്ക് എന്ന നിലയിൽ മെച്ചപ്പെട്ട ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുന്നതിനായി നോക്കിയ സീമെൻസുമായി ബന്ധപ്പെട്ട് ഇത് 2007 മുതൽ സ്ഥാപനത്തിൻ്റെ മാറ്റം ആരംഭിച്ചു. പിന്നീട് 2013 ഈ സംരംഭം കുതിച്ചു കയറുകയും വളർച്ച ശ്രദ്ധേയമാവുകയും ചെയ്തതിനാൽ സീമെൻസിൻ്റെ ഓഹരി വാങ്ങി. വിവിധ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ രൂപപ്പെടുന്ന സമയമായിരുന്നു അന്ന്. 2011 മൈക്രോസോഫ്റ്റുമായി കമ്പനി കരാറിൽ വന്നു. പിന്നീട് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ വ്യവസായത്തിൽ സ്ഥാപനം ഉറച്ചു നിൽക്കുകയും ചെയ്തു.
വിൻഡോസ് ഫോണിൻ്റെ പ്ലാറ്റ്ഫോമായി നോക്കിയയെ നവീകരിക്കുകയായിരുന്നു സ്ഥാപനത്തിൻ്റെ കാതലായ ലക്ഷ്യം. കൂടാതെ ഫോണുകളിലെ സ്ഥിരസ്ഥിതി എഞ്ചിനായിരുന്നു ബിഗ് സിംബയിൽ നിന്ന് സാവധാനം കൈ പിൻവലിക്കാനും പുതിയ സ്മാർട്ട് ഫോൺ സാങ്കേതികവിദ്യകളിലേക്ക് മാറാനും കമ്പനി ഒരു പ്രധാന തീരുമാനം എടുത്തു. പദ്ധതി പ്രകാരം ആദ്യത്തെ വിൻഡോസ് ഫോൺ ലൂമിയ 710, ലൂമിയ 800 എന്നിവ 2011 കാലഘട്ടത്തിലാണ് പുറത്തിറക്കിയത്. എന്നാൽ പൊതുജന പ്രതികരണം വളരെ മോശമായതിനാൽ സ്ഥാപനത്തിന് കരുതിയ മുന്നേറ്റം സാധ്യമായില്ല. ഒരു ദശാബ്ദക്കാലമായി നോക്കിയ ഒരു പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനിയായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഖ്യം ഉണ്ടാക്കിയത്. നോക്കിയയുടെ ഓഹരികളിൽ 14% വില ഇടിവ് നേരിട്ടു. കമ്പനിയുടെ വിൽപ്പന യഥാർത്ഥത്തിൽ തകരുകയും 368 ദശലക്ഷം യൂറോയുടെ നഷ്ടം കണക്കാക്കുകയും ചെയ്തു. മൈക്രോസോഫ്റ്റിൻ്റെ പ്രധാന വിപണിയായി കണക്കാക്കപ്പെട്ടിരുന്ന വടക്കേ അമേരിക്കയിൽ ആ തവണ 60,000 ഫോണുകൾ മാത്രമാണ് വിൽക്കാൻ സാധിച്ചത്. 2010-ൽ 30 ദശലക്ഷത്തോളം സിബിയൻ ഉപകരണങ്ങളുടെ വിൽപ്പനയാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. ലോകമെമ്പാടുമുള്ള ജോലികൾ കമ്പനി വെട്ടിക്കുറച്ചു. ചില ഫാക്ടറികൾ അടച്ചുപൂട്ടി. തുടർന്നുള്ള 2012-2013 വർഷങ്ങളിൽ കൂടുതൽ പിരിച്ചുവിടലുകൾ നടത്തി. യൂറോപ്പിൽ മാത്രം നിരവധി നിർമ്മാണശാലകൾ അടച്ചുപൂട്ടി. ഒരു കാലത്ത് ടെലികോം ഭീമനെ അപ്പോൾ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനികളിലൊന്നായ മൂഡി ജങ്ക് ആയി തരംതിരിച്ചു. വിൽപ്പനയിലുണ്ടായ ഇടിവ് കാരണം 2012 ഓഗസ്റ്റിൽ നിക്ഷേപകർ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഫ്രാങ്കോ അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണ ദാതാക്കളായ അൽക്കാറ്റെൽ ലൂസെൻറ്റിനെ 2015-ൽ ഏറ്റെടുക്കുന്നത് നോക്കിയയുടെ പോർട്ട്ഫോളിയോയുടെയും ഉപഭോക്തൃ അടിത്തറയുടെയും വ്യാപ്തി വിപുലമാക്കി. 2014-ൽ നോക്കിയ ബ്രാൻഡ് മൊബൈൽ ഹാൻഡ്സെറ്റ് വിപണിയിൽ HMD ഗ്ലോബലുമായുള്ള ലൈസൻസിംഗ് കരാറിലൂടെ വീണ്ടും പ്രവേശിച്ചു. ഇത് നോക്കിയ ബ്രാൻഡിന് കീഴിൽ ഫോണുകൾ വിപണിയിൽ ഇറക്കാൻ തുടങ്ങി. നിലവിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ നോക്കിയ ഒരുപാട് മോഡൽ മൊബൈൽ ഫോണുകൾ ഇറക്കുന്നുമുണ്ട്. ഒരുപക്ഷെ കാലത്തിനൊപ്പം നോക്കിയ മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയ്ക്ക് നഷ്ടങ്ങൾ സംഭവിക്കില്ലായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.